സി പി എമ്മിന് നേരെ കടും പിടുത്തവുമായിട്ട് സി പി ഐ രംഗത്ത് വന്നിരിക്കുകയാണ്. അത്ര കടുംപിടുത്തം പിടിക്കാനുള്ള ആംബിയർ ഇപ്പോൾ അവർക്കുണ്ടോ? ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 8 സീറ്റ് ഉണ്ടല്ലോ. 8 സീറ്റില്ലേ? 8 സീറ്റ്. കാരണം 35-8 എന്ന് പറഞ്ഞത് മോശം കാര്യമല്ല. 8 സീറ്റുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം. ഈ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പദവി ഇല്ല ഫലത്തിൽ. പക്ഷേ പലർക്കും അങ്ങനെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഉപമുഖ്യമന്ത്രി എന്ന് പറയും പോലെ തന്നെയാണ്. മുഖ്യമന്ത്രി അങ്ങനെ നമ്മളെ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളതെന്നല്ല. അതിൽ പ്രതിപക്ഷ ഉപനേതാവ് ഒരു സ്ഥാനം, നേതാവില്ലെങ്കിൽ അടുത്തയാൾ എന്നുള്ളതാണ്. പണ്ട് VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ഉപനേതാവായിരുന്നിട്ടുണ്ട്. VS എപ്പോഴും ഒരു നിയന്ത്രണം ഈ കോടിയേരി ഉപയോഗിച്ച് പിണറായി വിജയൻ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു AK മുഖ്യമന്ത്രി ആയിരുന്നപ്പം G കാർത്തികേയൻ ഉപനേതാവായിരുന്നു. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ കോടിയേരിയെ VS മുഖ്യമന്ത്രിയായ സമയത്ത് കോടിയേരിയെ ആഭ്യന്തരമന്ത്രിയായി. അപ്പം അങ്ങനെ ഒരു രീതി CPM തുടർന്നു. ഇത്തവണയും അത് തന്നെയാണ് പരീക്ഷിക്കാൻ പോകുന്നത്. കാരണം പിണറായി വിജയൻ നിരന്തരമായിട്ട് നിയമസഭയിലെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഉറപ്പാണല്ലോ. ഈ ED കേസ് മൂക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ED കേസ് ചവിട്ടുന്ന ലക്ഷണമാണ്. കാരണം ഇപ്പം ഹൈക്കോടതി പറഞ്ഞല്ലോ, വീണയെ ചോദ്യം ചെയ്യുന്നതിനോ വീണയ്ക്കെതിരെ കേസെടുക്കുന്നതിനോ ഒരു തടസ്സമൊന്നുമില്ല. വെള്ളിയാഴ്ച വരെ ഉള്ളൂ CMRLന് കർശന നടപടികൾ സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ അറിഞ്ഞൊരു വാർത്ത അനുസരിച്ച് വീണയ്ക്ക് നേരെ ED വലിയ ഇതിന് പോകുന്നില്ല എന്നാണ് കേട്ടത്. ധാരണയിലായി കാണും. ധാരണയിലായി എനിക്ക് തോന്നുന്നു. ഇവിടെ ചെന്നു BJP ആയിട്ട് ധാരണ ഉണ്ടാക്കിയോ എന്നൊരു ആളുണ്ടല്ലോ, ചില ഇടനിലക്കാരുണ്ട്. അതെ, ഇടനിലക്കാരുടെ ആളുണ്ടല്ലോ. അതെ, ഈ വ്യവസായിമാരെല്ലാം ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നത്, ഇവരുടെ എല്ലാം ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഈ വിവാദ വ്യവസായിമാരാണല്ലോ. അതായത് ഒരുപാട് പേരുണ്ട് കേരളത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ. ഇവരൊക്കെ ഇതിന് ചുക്കാൻ പിടിക്കുന്നു എന്ന് വേണം കരുതാൻ. അവരൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനമാണ്. ഇവർക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല. കാരണം ഇവരാരെ മക്കൾക്ക് പിന്നെ പറ്റുന്ന ജോലിയാണില്ല. എല്ലാ തൊഴിലേതാന്മാരെ തിരിച്ചിങ്ങി വരേണ്ടി വരും. എല്ലാവരും ഈ ഇത്തരം പ്രവാസി വ്യവസായികളുടെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. ലക്ഷക്കണക്കിന് ശമ്പളം. അവർക്ക് ശമ്പളം വേണ്ടിയിട്ടൊന്നും അല്ല. അതല്ല, അവർക്ക് വേണ്ട ഒരു NRI അക്കൗണ്ടാണ്. ഇവർ നടത്തുന്ന കച്ചവടങ്ങൾ ഈ കേരളത്തിൽ വില പേശി കേരളത്തിന് പുറത്ത് വെച്ച് നടത്തുന്ന ഡീലിലുള്ള കാശ് നാട്ടിലൊക്കെ എത്തിക്കണമെങ്കിൽ ഈ NRI അക്കൗണ്ട് വേണം. അത് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് CPIക്കാരിങ്ങനെ ഈ ബലം പിടിച്ചാൽ അത് CPM വഴങ്ങി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവർ ആ നിയമസഭാ കക്ഷി യോഗങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ്. അവർ ശക്തമായ ഒരു പ്രതിഷേധമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ ആവശ്യം രാജനില്ലേ, മുൻ റവന്യൂ മന്ത്രി രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷെ അത് CPM സമ്മതിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. CPM സമ്മതിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അവർ അങ്ങനെ ഒരു ഉപനേതാവാണെങ്കിൽ പോലെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് പറയും. അതെ, വല്ല മറ്റേ നിങ്ങളെ എന്താണ് സജി ചെറിയാനെയോ അങ്ങനെ ആരെങ്കിലും. അല്ല, KN ബാലഗോപാലിനെ അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്താണ്, തീരുമാനിച്ചതാണ്. കാരണം പിണറായി വിജയൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ എത്ര ദിവസം നിയമസഭ വരും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പിണറായി വിജയൻ നിയമസഭയിൽ വരുന്ന ദിവസങ്ങൾ വളരെയധികം കുറവാകാനാണ് സാധ്യത. അതെ, പക്ഷേ അതുകൊണ്ട് തന്നെ CPIയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഇവർക്ക് കീഴടങ്ങിയാണ് ശീലം. നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കണം. CPIയുടെ സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പം ഈ 64 പാർട്ടി പിളർന്നതിന് ശേഷം പിന്നെ അവർക്കൊരു നല്ല അവസരങ്ങൾ കിട്ടിയത് കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 69 അച്യുതാനന്ദൻ ഒരു മുഖ്യമന്ത്രിയാക്കും കോൺഗ്രസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് 78 79 വരെ തുടർന്നു. CPIക്ക് 2 മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി കോൺഗ്രസിനൊപ്പം നിന്നപ്പം. അച്യുതാനന്ദൻ PKV 2. ഈ CPMനോട് വന്നതിന് ശേഷം ഒന്നുമില്ല. മാത്രമല്ല CPIയെ സംബന്ധിച്ചിടത്തോളം PKVക്ക് 1982 വരെ മുഖ്യമന്ത്രിയെ തുടരാമായിരുന്നു. ഇടതുപക്ഷ ഐക്യത്തിനാണ് അദ്ദേഹം രാജിവെക്കുകയും ഈ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന CPI ഇടതുമുന്നണിയിലേക്ക് ചേരുകയും ചെയ്തു. അതൊരു അബദ്ധ തീരുമാനമായിരുന്നു പിന്നീടാണ് CPIക്കാർക്ക് മനസ്സിലായത്. പാവപ്പെട്ട PKV പോലെ ഒരു മഹാനായ നല്ലൊരു മനുഷ്യന് അദ്ദേഹത്തിന് 11 മാസമോ മറ്റുള്ള മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞിരുന്നത്. ആദ്യം 77 കരുണാകരൻ മുഖ്യമന്ത്രിയാവുന്നു, രാജിവെച്ച് അടുത്ത് ആന്റണി ആവുന്നു. അത് അദ്ദേഹം രാജിവെച്ചിട്ട് പിന്നെ PKV ആവുന്നു. പിന്നെ PKV രാജിവെച്ചപ്പോൾ കുറച്ച് CH ഉണ്ടായിരുന്നെങ്കിൽ പോലും PKVക്ക് 82 വരെ തുടരാമായിരുന്നു ഈ മുന്നണി വിട്ടുപോയില്ലെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ ഇടതു മുന്നണി ചേരാൻ പോയതുകൊണ്ടുള്ള നഷ്ടമുണ്ടായത് CPIക്കാണ് ഏറ്റവും അധികം. സത്യം അതാ. അതിനുശേഷം അവരവിടെ അടിച്ചമർത്തപ്പെട്ടു. കാരണം വല്യേട്ടനാണ്, CPM ആണ് വല്യേട്ടൻ. സത്യത്തിൽ ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ചോദിച്ചാൽ CPI ആണ്. അടിസ്ഥാന പാർട്ടി അതാണല്ലോ. 64 പിളർന്ന് 2ആയപ്പോൾ CPM വിട്ടുപോയ പാർട്ടിക്കാരാണ്. വിമതന്മാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനുള്ള പാർട്ടിക്കാർ അത്രേ ഉള്ളൂ. ഇപ്പൊ വിമതന്മാരെ വെച്ചൊന്ന് ഇവർ സാറെന്ന് വിളിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും CPIയേക്കാൾ പ്രബലരായിട്ട് CPM
മാറുകയുണ്ടായി അല്ലേ? മാറി മാറി. എന്താണെങ്കിലും ഇപ്പോൾ നിലവിൽ ഇവർക്ക് പെട്ടെന്നൊരു ദിവസം നട്ടല് മുളച്ചിരിക്കും. അല്ല, അത് വീണ് കിടക്കുന്നുണ്ടായിരിക്കും. CPM-ഉം പിണറായി എല്ലാം അടപടലം പെട്ട് താഴെ വീണ് കിടക്കുകയാണല്ലോ. അപ്പോൾ ആ നേരത്തോളം ഡിമാൻഡ് വയ്ക്കാം. അതല്ലാതെ അവർ ശക്തിമാന്മാരെ നിൽക്കുന്ന സമയത്തൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇവർക്ക് എന്തെങ്കിലും അത്രയും ബോൾഡായിട്ട് ആവശ്യപ്പെടാൻ കഴിയില്ല. ഈ ബിനോയ് വിശ്വത്തിന് ഈ ധൈര്യം എവിടുന്ന് വന്നു എന്നുള്ളത്, എവിടുന്ന് കുട്ടി നിനക്ക് ഇത്ര ധൈര്യം, ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജ് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തോന്നുന്നത് ഇപ്പോൾ CPI-യുടെ കമ്മിറ്റികളൊക്കെ തന്നെ രൂക്ഷമായ വിമർശനം ബിനോയ് നേരിട്ടുകൊണ്ടിരിക്കും. അല്ല, ഉണ്ടായിരുന്നല്ലോ ഈ വീണയുടെ വിഷയത്തിൽ ഇറങ്ങിയതിന് രൂക്ഷ വിമർശനം ഉണ്ടായില്ലേ? എന്തിന് CPI-ക്കാർ സമരം ചെയ്യാൻ ഇറങ്ങി എന്നുള്ളത് പാർട്ടി അണികളുടെ ചോദ്യമാണ്. അതാണ്. എന്താണെങ്കിലും ഈ ഇത്തവണ അവർ കടുംപിടുത്തം പിടിക്കുന്നു. കടുംപിടുത്തം പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും CPM-ന് ഒന്നും സംഭവിക്കാനില്ല. ഇവന്മാരെ അങ്ങോട്ട് പോകാനെ കൊണ്ടാണ്. എങ്ങോട്ട് പോകാൻ? എവിടെ? കോൺഗ്രസിൽ പോകാനെ. ഒന്നും നടക്കാൻ. പിന്നെ ഈ നമ്മൾ തന്നെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ ഒരു CPI പാവപ്പെട്ട ഒരു പ്രാദേശിക നേതാവ്, ആ മന്ത്രി ജനേഷ് ഉച്ചയ്ക്ക് വിളിച്ച് ഊണ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പം പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല CPI നേതാക്കന്മാരായിരുന്ന പലരും അല്ലാതെ പാർട്ടിക്കാരൊക്കെ വിട്ടു വിളിച്ച് അവരെ പ്രത്യേകം ക്ഷണിച്ച് വരുത്തി ഭക്ഷണം കൊടുത്തതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കാര്യം അതൊന്നും ആരെക്കൊണ്ടൊന്നും സാധിക്കാനൊന്നുമല്ല. വ്യക്തിപരമായ സൗഹൃദങ്ങളായിരിക്കാം, ചില നാട്ടുകാരായിരിക്കും. അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരാൾ ഒരു മന്ത്രിയായെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ വിളിച്ചു നമ്മളെ സുഹൃത്താണെങ്കിൽ ശരി ഒരു വിരുന്ന് കൊടുത്തേക്കാം. നമ്മൾ കല്യാണം കഴിഞ്ഞവരെയും ഒക്കെ നമ്മൾ വിരുന്ന് കൊടുക്കില്ല. അതുപോലെ മന്ത്രിയെ ഒന്നൊരാളിനെ വിളിച്ചിട്ട് വിരുന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിന് പോലും ഇങ്ങനത്തെ നടപടിയെടുക്കാൻ ഇയാൾ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ പാർട്ടി നടപടിയെടുക്കാനൊക്കെ പോവുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ ദുരന്തമാണ്. ലോകന്മാർ കാലന്മാർ ഇവർ അറിഞ്ഞിട്ടെന്ന് പറയാൻ. എന്തായാലും CPI-ക്കാരുടെ ഈ ഒരു കടുംപിടുത്തം ഞങ്ങൾ രൂക്ഷമായ നടപടികൾക്ക് തിരിയും. ഇന്ന് ഇവർ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കത്തില്ല, നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണൂട്ടി കാണിച്ചാൽ മാറുമായിരിക്കും. ഇല്ല, അത് ഇപ്പൊ കണ്ണൂട്ടി കാണിക്കാൻ പറ്റില്ല. അധികാരം ഉള്ളപ്പോഴേ അത് നടക്കത്തുള്ളൂ. ഇപ്പം വീണ് കിടക്കുന്ന ഭീഷ്മാചാര്യ ശരശേ കിടക്കുന്ന പോലത്തെ അവസ്ഥയില്ല, അത്രയും താഴെ വീണ് കിടക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവര് ഭരണം ഉള്ളപ്പോഴാണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വളരെ ചിന്തനീയമാണ്. ഇതിൽ വലിയേട്ടനാരും കൊച്ചേട്ടനാരെന്നുള്ള ചോദ്യം പണ്ടും ഉണ്ടായിരുന്നു. CPI പറഞ്ഞാൽ ഞങ്ങളാണ് വലിയേട്ടന്മാർ, കാരണം ഞങ്ങളാണ് ഒറിജിനൽ പാർട്ടി. CPI പറഞ്ഞാൽ അതില്ല, ഞങ്ങളാണ് ആൾബലമുള്ള പിന്നെ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള പറഞ്ഞ് ഞങ്ങളാണ് വലിയേട്ടനെന്നാണ്. ഏതായാലും വലിയേട്ടനും കൊച്ചേട്ടനും തമ്മിൽ കുടുംബക്കാരായതുകൊണ്ട് പിന്നീട് കോംപ്രമൈസ് ആവുമായിരിക്കും. അതുവരെ CPI-ക്കാർ ഇങ്ങനെ വളം വെച്ചോണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും CPM-നെ വെല്ലുവിളിക്കാൻ തക്കതായിട്ട് CPI വളർന്നു. പെട്ടെന്ന് അവർക്കൊരു ദിവസം ഒരു നട്ടല് മുളച്ചു. നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് CPI ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഈ നിലപാട് ഒരു 5 കൊല്ലം മുമ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലെ ഈ 5 കൊല്ലത്തിനിടയിൽ ഇത്രയും മന്ത്രിമാരും ഒക്കെ ആയിട്ട് വിരാജിച്ചതല്ലേ, 4 മന്ത്രിമാരും എത്ര, ഈ 4 മന്ത്രിമാരുമായിട്ടൊക്കെ ഒരു വിരാജിച്ച ഡെപ്യൂട്ടി സ്പീക്കർ സഹിതം. അപ്പോൾ അന്ന് നിങ്ങൾ ഇതിനൊരു തടയിടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നു. എല്ലാം താഴെ വീണ് കിടന്നതിന് ശേഷം ഇനിയിപ്പം ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. എല്ലാം കണക്ക് തന്നെയാണ്. അതാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഈ പോലില്ല, നമ്മൾ കണ്ടോണ്ട് നിന്നാൽ മതി ഇവിടെ എന്തൊക്കെ നടക്കും എന്ന്. ഈ CPI-യും CPM-ഉം തമ്മിലുള്ള ഈ ഒരു ക്ലാഷ് എവിടെ ചെന്ന് നിൽക്കും എന്നതാണ് അറിയേണ്ടത്.